ഇന്ന് ഞാനൊരു റംബുട്ടാൻ തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ സ്വന്തം റംബുട്ടാൻ തോട്ടം അല്ല കേട്ടോ, ഇതെൻ്റെ ചാച്ചൻ്റെ റംബുട്ടാൻ തോട്ടമാണ്. ചാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ അനിയനാണ്. പപ്പയുടെ അനിയന്മാരായിട്ട് ഞങ്ങൾ ചാച്ചാന്നൊക്കെ വിളിക്കുന്നത്. ഇത് കർണാടകയിലാണ്, ഞങ്ങൾ താമസിക്കുന്ന കർണാടകയിലാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ചാച്ചൻ്റെ വീട്. ഞങ്ങൾ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ടേ വീട്ടിൽ വരെ ഒന്ന് പോയതാണേ. അപ്പോൾ ഇതാ ചാച്ചൻ്റെ അടുത്ത് പോയപ്പോൾ റംബുട്ടാൻ തോട്ടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമുക്ക് റംബുട്ടാൻ തോട്ടം കാണാൻ പോയാലോ? അപ്പോൾ റംബുട്ടാനൊക്കെ എന്തോരം ആയി, പഴുത്തോ എന്നൊക്കെ നോക്കാം. പഴുത്തോ നമുക്ക് പറിച്ച് തിന്നാം. അപ്പോൾ ഇതാ ഗൈസ്, നിറയെ പഴം കിടപ്പുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കണ്ടിട്ട് കൊതിയായിട്ടും വില. നിറയെ പച്ചയും പഴം ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. പകുതി പഴുത്തതും ഫുള്ള് പഴുത്തതും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ വെച്ചിട്ട് 4 വർഷമായി കേട്ടോ ചാച്ചൻ പറഞ്ഞു. കഴിഞ്ഞ പോലെ അതിലും കുറച്ച് ഇതിലേക്ക് കേട്ടോ കായ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇക്കൊല്ലം ഇതാ നിറയെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് ഇതുപോലെ ഇത്ര അടുത്ത് റംബുട്ടാൻ പഴങ്ങളൊക്കെ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നത് കാണുന്നത്. എന്ത് ഭംഗിയല്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മുടെ കയ്യിൽ ഇങ്ങനെ തൊടാൻ പറ്റും കേട്ടോ, നമ്മൾ ഇങ്ങനെ കയ്യിൽ പറിച്ചെടുക്കാൻ പറ്റും, അത്ര അടുത്തായിരുന്നു. ഇതുണ്ടോ കുട്ടികളൊക്കെ ഇത് സത്യം പറഞ്ഞാൽ കരിമ്പത്തോട്ടത്തിൽ ആന കയറിയ പോലെ ആയിരുന്നു ഗൈസ്. കുട്ടികളൊക്കെ ഇതാ ഓടി നടന്ന് പറിച്ച് തിന്നുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ചാച്ചനെങ്ങാലും കണ്ടാൽ ഒന്നും പറയില്ല കേട്ടോ, ചാച്ചൻ പാവാണേ. ചാച്ചൻ പറയും നമ്മുടെ കുട്ടികളല്ലേ, അവർ പറിച്ച് തിന്നോട്ടെ, അവർക്ക് എത്ര വേണമല്ലോ അവർ പറിച്ച് തിന്നു. പിന്നെ ചാച്ചൻ പറയുവേ മക്കളെ നല്ല പഴുത്തത് നോക്കിയാട്ടോ പറിക്കാവുള്ളൂ എന്ന് പറയും കേട്ടോ. എന്തായാലും നമ്മുടെ സ്വന്തം ചാച്ചൻ്റെ തോട്ടം ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വേറൊരാളുടെ തോട്ടത്തിൽ നമ്മളിങ്ങനെ പോയെങ്കിൽ നമുക്ക് പറിക്കാനോ തിന്നാനോ ഒക്കെ ഒരു മടിയായിരിക്കില്ലേ. അപ്പം നമ്മുടെ സ്വന്തം തോട്ടം പോലെ തന്നെയാണ് കേട്ടോ. എന്തായാലും ഇവിടെ വന്ന് പറിച്ച് തിന്ന് കുട്ടികളുടെ ആ കൊതി മാറിയിട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് റംബുട്ടാൻ ഇവിടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. കർണാടകയിൽ തീരെ കുറവാണ് റംബുട്ടാനൊക്കെ. അതും നമ്മുടെ ആ സൈഡ് ഇപ്പം ഞാനുള്ളത് എൻ്റെ വീടുള്ളത് ഇപ്പം ഉടുപ്പി ഡിസ്ട്രിക്റ്റ് അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരത്തിന് താഴെയാണ്. എന്നെ കെട്ടിച്ചേക്കുന്നത് ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ്, അത് ചുരത്തിന് മുകളിലാണ്. അപ്പോൾ അവിടെയൊന്നും റംബുട്ടാനൊന്നും അധികം ഇല്ല കേട്ടോ. അവിടെ റംബുട്ടാൻ ആവത്തില്ല അങ്ങനെ. അവിടുത്തെ ക്ലൈമാറ്റിന് ഇതത്ര നല്ലതല്ല, റംബുട്ടാൻ കൃഷി അത്ര ചേരുന്നതല്ല അവിടുത്തെ ക്ലൈമാറ്റിന്. പക്ഷേ ഇവിടെയൊക്കെ നന്നായിട്ട് ഇതുണ്ടാവും കേട്ടോ. നല്ല ക്ലൈമാറ്റാണ് ഇവിടെ. കേരളത്തിലെ പോലത്തെ തന്നെ ഒരു ക്ലൈമാറ്റാണ് ഇവിടെയൊക്കെ ഉള്ളത്, ഈ ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാടൊക്കെ ആയി വരുന്നുണ്ട്, എന്നാലും കുറവാണ് കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നും കാണാൻ, കേരളത്തിലെ പോലെ അങ്ങനെയൊന്നും കാണാൻ കിട്ടത്തില്ല. ഇവിടെയുള്ള ആൾക്കാർ കന്നഡക്കാർക്കൊക്കെ ഇത് അറിയാവുന്ന പോലും അറിയത്തില്ല. ഇപ്പോൾ ഒക്കെ അറിയാമായിരിക്കും, എന്നാലും ചുരുക്കം ചിലർക്കൊന്നും അറിയത്തില്ലാത്തവരും ഉണ്ട് കേട്ടോ ഈ ഫ്രൂട്ടിനെ പറ്റി. പിന്നെ നമ്മുടെ വീട്ടിൽ എന്നെ കെട്ടിച്ചേക്കുന്നിടത്തൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഇത്രയും നന്നായിട്ടൊന്നും ആവത്തില്ല. എന്നാലും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും വേണമല്ലോ എന്ന് ഓർത്ത് ഇതും വെച്ചിട്ടുണ്ട് ആ കൂടെ. പക്ഷേ അത് കായ്ച്ചിട്ടൊന്നുമില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ ഇത് തിന്നാനായിട്ട്. എത്ര തിന്നാലും മതിയാവില്ല, അത്രയ്ക്ക് കൊതിയായിരുന്നേ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്രയ്ക്ക് കൊതി ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. അതങ്ങനെയാണല്ലോ, നമ്മുടെ സ്വന്തം വീട്ടിൽ എന്തുണ്ടെങ്കിലും നമുക്കത് ആവശ്യം ഉണ്ടാവില്ല, പിന്നെ അത് വേണ്ട നമുക്ക്. പക്ഷേ മറ്റുള്ളവരുടെ പറമ്പിൽ നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ആർത്തിയായിരിക്കും കേട്ടോ അത് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ചെറിയ സ്റ്റോറി എനിക്ക് ഓർമ്മ വരുവാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കേട്ടോ. കാരണം നമ്മുടെ ഇപ്പം 3 വീട് എന്ന് വെച്ചാൽ എൻ്റെ പപ്പയുടെ വീടും പപ്പയുടെ അനിയന്മാരുടെ വീടൊക്കെ അടുത്തടുത്താണ്. അപ്പം നമ്മൾ കുറേ കസിൻസ് ഉണ്ട്, ഞങ്ങളും പിന്നെ എൻ്റെ ചാച്ചൻ്റെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യും, ചാച്ചൻ്റെ വീട്ടിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവേൽ ഒരു പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുഞ്ചത്താട്ടോ ഇത് പോയി കായ്ച്ചു കിടക്കുന്നത്. അപ്പം നമുക്കൊക്കെ ഇത് ഫ്രൂട്ട്സൊന്നും അങ്ങനെ അധികം ഇല്ലാത്ത കാലമാണല്ലോ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ. അപ്പം ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയേ ഉള്ളൂ. അപ്പം നമ്മളെന്താ ചെയ്യും, ഭയങ്കര കൊതിയായിരുന്നു തിന്നാനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ എന്നാ ചെയ്യും, വെളുപ്പാങ്കാലത്ത് ഒരു കാറ്റ് വരുമ്പോഴത്തേനും ഇത് ചാടുന്നതെന്ന് നോക്കി ആ മരത്തിൻ്റെ ചോട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. അത് അങ്ങ് പ്ലാവിൻ്റെ തുഞ്ചത്താണ് ഈ പാഷൻ ഫ്രൂട്ടൊക്കെ കിടക്കുന്നത്. അപ്പം ഞങ്ങൾ കാറ്റ് വന്നതെന്ന് നോക്കി ഇങ്ങനെ വെളുപ്പാങ്കാലത്തെ ഏറ്റവും ആദ്യം വന്നവർക്കായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് വെളുക്കണേന് മുമ്പ് ഏറ്റവും ഞങ്ങൾ ഓടും കേട്ടോ, ആ മരത്തിൻ്റെ ചോട്ടിലോട്ട് ഓടുവേ. ഒരു കാറ്റ് വരുമ്പോഴത്തേനും ഇങ്ങനെ പൊടിപൊടിയൊന്ന് ചാടും. അത് പറക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ചേട്ടനും പിന്നെ കസിൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഓടി ആ മരത്തിൻ്റെ ചോട്ടിൽ പോയിരിക്കും. കാറ്റ് വരുമ്പോഴത്തേനും ചാടില്ല, അത് പറക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും കൊതിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു ചാമ്പങ്ങയുടെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ. അതിലും അങ്ങനെയാണ്, ഞങ്ങൾ മാറി മാറി കയറൽ, പറിച്ച് തീറ്റ, ഇത് തന്നെയായിരുന്നു. അടി ബഹളം അങ്ങനെയായിരുന്നു ചാമ്പങ്ങയൊക്കെ തിന്നാൻ വേണ്ടി. അങ്ങനത്തെ ഒരു കാലമായിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ ചാമ്പങ്ങയുണ്ട്, ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ടും ഉണ്ട്, ആർക്കും ഒന്നും വേണ്ട. ഇതിനൊന്നും ഇപ്പോൾ ഒരു മീച്ചവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ റൂട്ട് മാറിപ്പോയോ എന്നൊരു സംശയം. അപ്പം നമുക്ക് വീണ്ടും റംബുട്ടാനിലോട്ട് കിടക്കാവേ. അപ്പോൾ ഇതാ ഞാനൊരു റംബുട്ടാൻ പഴം ഇങ്ങനെ പറിച്ച് കാണിക്കാവേ. ഇതേത് വെറൈറ്റി ആണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്. അപ്പം ഞാനിതാ ഒരെണ്ണം പറിച്ച് കാണിക്കാം കേട്ടോ. ഇതിനകത്ത് കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. N18 ഉണ്ട്, പിന്നെ ഇതാ ഈ സ്കൂൾ ബോയ് എന്നും പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട്, അതുണ്ട്. പിന്നെ ഈ സീസർ എന്നും പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, പറിച്ച് തിന്നിട്ട് നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഇത് ഏത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് N18 പിന്നെ സ്കൂൾ ബോയും ഉണ്ട് ഇതിനകത്ത്.
പിന്നെ സീസർ വേറെ അപ്പുറത്താണ്, അത് ഞാൻ കാണിച്ചു തരാം. അതെനിക്ക് കറക്റ്റായിട്ട് അറിയാം, അത് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റുമേ. അപ്പോൾ ഇത് N18-നും പിന്നെ സ്കൂൾ ബോയ് എന്നും പറഞ്ഞ വെറൈറ്റീസാണ് ഇതിലുള്ളത്. പിന്നെ വേറെ ഏതെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്ന് N18 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 1 കിലോ ഒരു 18 തൊട്ട് 20, 21 അങ്ങനെ വരെയൊക്കെ കാണുമെന്നാണ് പറഞ്ഞത്. 1 കിലോ എന്ന് പറഞ്ഞാൽ 18 തൊട്ട് 21 വരെയൊക്കെ കാണുമെന്നാണ് പറയുന്നത്. എനിക്കിതിനെപ്പറ്റിയൊന്നും അധികം അറിയത്തില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ തോട്ടമൊക്കെ ഇങ്ങനെ അടുത്ത് കാണുന്നത് തന്നെ. പിന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇതിനെപ്പറ്റി കേട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊന്നും അധികം അങ്ങനെ വാങ്ങാനും കിട്ടാറില്ല, കടകളിലൊക്കെ തീരെ കുറവാണ്. ഇപ്പോഴൊക്കെ വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു, എന്നാലും തീരെ കുറവാണ്. കേരളത്തിലെ പോലെ ഒന്നും ഇവിടെ കിട്ടത്തില്ല. പിന്നെ 1 കിലോ 300, 200, 300 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെയുള്ളവരൊന്നും അധികം അങ്ങനെ വാങ്ങാറില്ല, ഭയങ്കര റേറ്റൊക്കെ ആയതുകൊണ്ട് അവർക്കിതിനെപ്പറ്റി അറിയത്തുമില്ല, അവരധികം വാങ്ങാറുമില്ല, തീരെ കുറവാണ്. നമ്മളൊക്കെ കടയിൽ നിന്ന് 1 കിലോ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പിന്നെ വീട്ടിൽ അടിയാണ് ഗൈസ് തിന്നാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് കൊതിയായിരുന്നു കേട്ടോ. എന്തായാലും ഈ തോട്ടത്തിൽ കയറിയ പിന്നെ കൊതിയൊക്കെ പകുതി കുറഞ്ഞേ, അതുമാതിരി ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. കുട്ടികളാണെങ്കിലും ഇഷ്ടംപോലെ കഴിച്ചു കേട്ടോ. ഇതൊരു 25 അടി അകലത്തിൽ വെച്ചേക്കുന്നതെന്നാണ് കേട്ടോ ചാച്ചൻ പറഞ്ഞത്. പിന്നെ ഇതിന് വെള്ളം കൊടുക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷനാണ്, ഡ്രിപ്പ് ഇട്ടേക്കുവാണ്. അപ്പം ഡ്രിപ്പ് ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ചുവട്ടിൽ മാത്രമായിട്ട് വെള്ളം കിട്ടിക്കോളില്ല, വേറെ എവിടെയും വെള്ളം വേസ്റ്റായി പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാടും കുറഞ്ഞു കിട്ടും കേട്ടോ, കാട് വളരുന്നതും കുറഞ്ഞു കിട്ടും. നല്ല രസമല്ലേ ഈ ഫ്രൂട്ട് ഇങ്ങനെ കൊലകുത്തി കിടക്കുന്ന കാണാൻ. അതിൻ്റെ ഷേപ്പ് കണ്ടോ, കൊറോണയുടെ ഷേപ്പും. എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ. അവിടെ ഇതുപോലെ കൃഷിയായിട്ടൊന്നുമില്ല, 1-2 മരമൊക്കെ നിൽപ്പുള്ളൂ. അപ്പോൾ അതിലും കായ്ച്ചിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല കേട്ടോ ഇതുവരെ. പിന്നെ ചെറുത്തിന് മുകളിലോട്ട് ഇതിന് വളർച്ച തീരെ പതുക്കെയാണ് കേട്ടോ. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ അതിനെ കെട്ടിച്ച് വയ്ക്കുന്ന വീട്ടിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ പതുക്കെയാണ് വളരുന്നത്. ഇവിടെ ഒരു 3 വർഷം കൊണ്ട് കായ്ച്ചാൽ അവിടെ ഒരു 4 വർഷമെങ്കിലും എടുക്കും അത് കായ്ക്കാനായിട്ട്, അത്രയ്ക്ക് പതുക്കെയാണ് അത് വളരുന്നത്. അവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെയൊക്കെ ആയിരിക്കും ചിലപ്പം. അപ്പം നമ്മുടെ അടുത്തും 3-4 തൈ ഇതിൻ്റെ വെച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ പതുക്കെ ആട്ടോ വളർന്ന് വരുന്നത്. അപ്പം ഈ വർഷം അത് ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും നമ്മുടെ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ടാകുന്നൊരു കാലം വരും. അത് എന്നത്തെ കാലത്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ നടുക്കോടെ ഒരു ചെറിയൊരു മണ്ണ് റോഡ് പോകുന്നുണ്ട് കേട്ടോ. അവിടെ 2 വീലേഴ്സൊക്കെ പോകുന്നതാണ് കേട്ടോ. വലിയ വണ്ടികളൊന്നും പോവില്ല, ബൈക്ക്, സ്കൂട്ടർ, സൈക്കിള് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പോണത്. പിന്നെ ഇത് ഞാൻ ഒരു സൈഡിലാട്ടോ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വീണ്ടും വേറെ തോട്ടം കേട്ടോ. റോഡിൻ്റെ അപ്പുറത്തായിട്ട് ഇതിൻ്റെ തോട്ടം വേറെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല, ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ നടുക്കോടെ റോഡ് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ടൊരു ചെറിയ പുഴയുണ്ട്. അപ്പോൾ അവിടുന്ന് വെള്ളമൊക്കെ അടിക്കും. പിന്നെ ഇപ്പം എല്ലാവർക്കും ബോർവെല്ലൊക്കെ ആയിട്ടോ, അവിടുന്ന് അങ്ങനെ അധികം വെള്ളം അടിക്കാറില്ല ആരും. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇത് വേറൊരു വെറൈറ്റിയാണ്, സീസർ എന്നും പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. അയ്യോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ അകത്ത് പൾപ്പുണ്ടല്ലോ, നിറയെ പൾപ്പാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള പൾപ്പാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വെറൈറ്റിയാണ്, സീസർ എന്നും പറഞ്ഞിട്ട്. നല്ലൊരു ഇത് മറ്റേനേക്കാളും N18-നേക്കാളും ഒക്കെ കണ്ടോ ഇഷ്ടംപോലെ പൾപ്പുണ്ട് കേട്ടോ. പക്ഷേ മാർക്കറ്റിൽ ഇത് അത്ര ഡിമാൻഡില്ലേ, കാരണം ഇത് പെട്ടെന്ന് ചീത്തയായി പോകുന്നൊരു സാധനം കേട്ടോ. കാരണം പറിച്ച് നമുക്ക് അധികം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ജ്യൂസി ആയിട്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ, നല്ല വലിപ്പമുണ്ട് കായ്ക്ക്. ഇതൊരു 8 എണ്ണം തന്നെ 1 കിലോ വരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഈ രണ്ട് മരമാണ് ഇതിൻ്റെ ഇവിടെ നിൽക്കുന്നത്. ഇനി വേറെ അപ്പുറത്തുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, 2 മരത്തിലാണ് ഇപ്പോൾ കായ്ച്ച കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാനൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. അപ്പം ഞാൻ തോട്ടത്തിൽ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം കേരളത്തിലുള്ളവർക്കൊക്കെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.